ഇന്ന് നമുക്ക് ശംബാല എന്ന ഹൊറർ സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ശംബാല എന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു രാത്രി ഉൽക്ക പതിച്ചു. എന്നാൽ ഉൽക്കയിൽ നിന്നും പുറത്തു വന്നത് ഒരു ദുഷ്ടശക്തിയാണ്. ദുഷ്ടശക്തി പ്രവേശിക്കുന്നവരുടെ ശരീരത്തിൽ പസിൽ പോലെ രൂപപ്പെടുന്നു. ആഗ്രഹം നിറവേറ്റിയാൽ അത് പൊട്ടി ആള് മരണപ്പെടും. ഉൽക്കയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിരീശ്വരവാദിയായ നായകനെത്തുന്നു. നായകനെ കൊണ്ട് ആ ദുഷ്ടശക്തിക്ക് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാനായി കഴിഞ്ഞോ? ആരായിരിക്കും ആ ദുഷ്ടശക്തിക്ക് പിന്നിൽ? എന്താണ് ആ ഗ്രാമത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളൊക്കെയാണുള്ളത്. കഥ മുഴുവനായും കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് 1980 കാലഘട്ടം ശംബാല എന്ന ഗ്രാമം കാണിച്ചുകൊണ്ടാണ്. ആ ഗ്രാമത്തിലെ പാൽക്കാരൻ പുലർച്ചെ നിന്ന് പാല് കറക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ പാടത്തിലേക്ക് ഒരു ഉൽക്ക വന്ന് പതിക്കും. ഉൽക്കയിൽ നിന്നും പുറത്തു വന്നത് ഒരു ദുരാത്മാവായിരുന്നു. അത് നേരെ പറന്നു ചെന്ന് പാൽക്കാരന്റെ ദേഹത്തേക്ക് പ്രവേശിക്കുന്നു. ആത്മാവ് പ്രവേശിച്ചതോടുകൂടി പാൽക്കാരന്റെ മുതുകത്ത് ഒരു സീല് പോലെ രൂപപ്പെടുന്നു. പക്ഷേ അതൊരു പസിലായിരുന്നു. അതോടുകൂടി പാൽക്കാരന്റെ സ്വഭാവം മാറുകയാണ്. പതിവ് പോലെ പാൽക്കാരൻ പാല് കറന്ന് ഗ്രാമത്തിലുള്ളവർക്ക് കൊടുക്കുവാനായി പോകും. അപ്പോഴാണ് ആ ഒരു പാല് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. അത് പാലല്ലായിരുന്നു, യഥാർത്ഥത്തിൽ നിറയെ രക്തമായിരുന്നു. പാൽക്കാരന്റെ ദേഹത്ത് ആത്മാവ് പ്രവേശിച്ചതോടുകൂടി പാൽക്കാരൻ കറക്കുന്ന പാലെല്ലാം രക്തമായി മാറുകയാണ് ചെയ്തിരുന്നതും. അത് കണ്ട് ഗ്രാമവാസികൾ പേടിച്ചു നിൽക്കുകയാ. ഇതെല്ലാം നടക്കുന്ന സമയത്ത് മറ്റൊരു വശത്ത് ഉൽക്ക പതിച്ച വിവരം ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയുന്നു. അവരൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. ശംബാലയിൽ പതിച്ചിരിക്കുന്ന ഉൽക്ക ഏത് തരത്തിലുള്ളതാണെന്നും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ടീമിൽ നിന്നും ഒരാൾ ശംബാലയിലേക്ക് പോകണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. മീറ്റിംഗിലുള്ളവർ ആര് പോകുമെന്ന് ചർച്ച നടത്തുന്ന സമയത്താണ് വിക്രം പോകട്ടെ എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. വിക്രമിന്റെ പേര് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോകും. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ വിക്രമാണ് കഥാനായകനെന്ന്. വിക്രം അങ്ങോട്ട് പോകുന്നതിനോട് അവർക്ക് ആർക്കും താല്പര്യമേ ഇല്ലായിരുന്നു. കാരണം എന്തെന്നാൽ, ശംബാലയിലുള്ളവരെല്ലാവരും ദൈവവിശ്വാസികളാ. എന്ത് സംഭവിച്ചാലും അത് ഭഗവാനായ ശിവൻ ചെയ്യുന്നതാണെന്നാണ് ഗ്രാമവാസികൾ കരുതുന്നത്. എന്നാൽ ഈ വിക്രമാണെങ്കിലോ ഒരു നിരീശ്വരവാദിയാണ്. ദൈവങ്ങളെയോ യക്ഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ടെന്നും യക്ഷി ഉണ്ടെന്നുമൊക്കെ മറ്റുള്ളവർ വിശ്വസിച്ചാലും വിക്രം വിശ്വസിക്കണമെങ്കിൽ അതിന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ അവൻ വിശ്വസിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വിക്രമിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഈ കാര്യത്തിനൊക്കെ അവനാണ് നല്ലതെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ വിക്രമിനെ ശംബാലയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ശംബാലയിലേക്ക് വന്നിറങ്ങിയ വിക്രമിന് എന്ത് സഹായത്തിനും ഹനുമന്ത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെയായിരുന്നു കറവക്കാരന്റെ വീട്ടിലെ പശുവിൽ നിന്നും രക്തമാണ് വന്നതെന്നറിഞ്ഞ് ഗ്രാമതലവനും ഗ്രാമത്തിലെ സ്വാമിയും എല്ലാവരും ചേർന്ന് കറവക്കാരന്റെ വീട്ടിലേക്ക് പോകുന്നു. പശുവിനെ നോക്കി സ്വാമി പറയുന്നത്, പശുവിന്റെ ദേഹത്ത് ഒരു ദുരാത്മാവ് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് രക്തം വന്നത്. അതുകൊണ്ട് തന്നെ പശുവിനെ എത്രയും വേഗം ബലി കൊടുക്കണമെന്നും പറയുന്നു. അത് കേട്ടതും കറവക്കാരനും ഗ്രാമവാസികളും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഒരു പശുവിനെ ബലി കൊടുക്കുകയോ, അത് പാപമല്ലേ എന്ന് ഗ്രാമവാസികൾ പറയും. എന്നാൽ ആ പശുവിനെ ഇതുപോലെ ജീവനോടെ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രാമത്തിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ടാകുമെന്നും സ്വാമി പറയുന്നു. കറവക്കാരനോട് സ്വാമി പശുവിനെ ബലി കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ ഇതെല്ലാം കറവക്കാരന്റെ അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കിത് സഹിക്കാനാകുന്നില്ല. അമ്മയാണെങ്കിൽ പശുവിനെ അഴിച്ചുവിട്ടിട്ട് ഓടിപ്പോകുവാനായും പറയും. കറവക്കാരന്റെ ആകെയുള്ള വരുമാന മാർഗമായിരുന്നല്ലോ അത്. പശു ഓടിപ്പോകുന്നത് കണ്ട് എത്രയും വേഗം പശുവിനെ പിടികൂടണമെന്നും സ്വാമി പറഞ്ഞു. അങ്ങനെ ഗ്രാമവാസികളെല്ലാം പശുവിന് പിന്നാലെ പോവുകയായിരുന്നു. അതേ സമയത്തായിരുന്നു വിക്രമും ഗ്രാമത്തിലേക്ക് വന്നത്. പശുവിന് പിന്നാലെ ഗ്രാമവാസികളെല്ലാവരും ഓടുന്നത് കണ്ട് വിക്രം കാര്യം തിരക്കി. സ്വാമി പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി പശുവിനെ പിടികൂടുവാനായി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വിക്രം പശുവിനെ രക്ഷിക്കുവാനായി ശ്രമിക്കുന്നു. പശുവിന് പിന്നാലെ ഓടുന്നവരെ എല്ലാവരെയും വിക്രം ഫോളോ ചെയ്തു. എല്ലാവരെയും വിക്രം തല്ലി ചതച്ചു. അതേസമയം സ്വാമി ഉൽക്ക വീണ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ സ്വാമി ഒരു പൂജ ചെയ്യുവാനായും ആരംഭിച്ചു. കളം വരച്ച് അതിന് മധ്യത്തായിട്ട് തേങ്ങ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു നാരങ്ങയും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പൂജ തുടങ്ങിയ സമയം തന്നെ ആ ഒരു തേങ്ങ തീ പിടിക്കുകയുണ്ടായി. മാത്രവുമല്ല നാരങ്ങയ്ക്കുള്ളിൽ നിന്നും രക്തവും വരുന്നുണ്ട്. അതെല്ലാം കണ്ടതും സ്വാമിക്ക് പേടിയായി. കാരണം ആ ഒരു ഉൽക്കയ്ക്കുള്ളിൽ നിന്നും പുറത്തു വന്ന ആ ഒരു ദുരാത്മാവ് വളരെ ക്രൂരമായിട്ടുള്ളതാണെന്നും ഒരുപാട് അപകടം നിറഞ്ഞതാണെന്നും സ്വാമിക്ക് മനസ്സിലായി. അതേസമയമായിരുന്നു പശുവിനെ ഓട്ടിച്ചു പോയ എല്ലാ ആളുകളെയും അടിച്ചിട്ടതിനു ശേഷം പശുവിനെയും കൊണ്ട് വിക്രം അവിടേക്ക് വരുന്നത്. വിക്രമിനെ കണ്ടതും ഗ്രാമത്തലവനും സഹോദരനും എല്ലാം ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. വിക്രമിനെ കാണുന്നതും ഗ്രാമത്തലവന്റെ സഹോദരന് വല്ലാതെ ദേഷ്യം വരുന്നു. വിക്രമിനെ കൊന്നേ പറ്റുമെന്ന രീതിയിൽ നിൽക്കുകയാണ്. ഗ്രാമത്തലവനാണ് തന്റെ സഹോദരനെ സമാധാനിപ്പിക്കുന്നതും. പശുവുമായി എത്തിയ
വിക്രമിനോട് ഉൽക്ക വീണതിനു ശേഷമാണ് പശുവിന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായത്, പശുവിൽ നിന്നും രക്തം വന്നത്, അങ്ങനെയുള്ള കാര്യമൊക്കെ സ്വാമി പറയുമ്പോഴോ അത് കേട്ട് വിക്രം പറയുന്നത്, ഇതിനെല്ലാം കാരണം ഉൽക്കയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? റേഡിയേഷൻ കാരണവും ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അല്ലാതെ നിങ്ങളൊന്നും കരുതുന്നത് പോലെയല്ല എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ ഉൽക്ക വീണ സ്ഥലത്ത് ടെന്റ് അടിക്കുകയും അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഉൽക്കയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനായും തുടങ്ങി. ഉൽക്ക വീണ സ്ഥലത്ത് ഗ്രാമവാസികളും സ്വാമിയും ചേർന്ന് വേലി കെട്ടിയിരുന്നു. അതെല്ലാം അഴിച്ചു കളയുകയും ആ ടെന്റിൽ താമസിച്ചുകൊണ്ട് ഉൽക്കയെക്കുറിച്ച് പഠിക്കുവാനായും തുടങ്ങി. സെൻട്രൽ ഗവൺമെന്റിന്റെ ആളായതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്ക് ഒന്നും തന്നെ വിക്രമിനെ തടയുവാനും ഒന്നും കഴിഞ്ഞില്ല. മാത്രവുമല്ല, പശുവിനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് അതിനെ കൊന്നുകളയുമെന്ന് കരുതി വിക്രം ആ പശുവിനെയും വളർത്തുവാനായും ആരംഭിച്ചു. എന്നാൽ ഈ ഒരു കാര്യമെല്ലാം ഗ്രാമത്തിലുള്ളവർ സംസാരിക്കുന്നത് ദേവി എന്ന പെൺകുട്ടി അറിഞ്ഞു. ദേവിക്കാണെങ്കിൽ വിക്രമിനെ കുറിച്ച് കേട്ടതിൽ പിന്നെ വിക്രമിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ അവൾ വിക്രമിനെ കാണുവാനായും എത്തുകയാണ്. ദേവിയും വിക്രമും നല്ല കൂട്ടാകുന്നു. മാത്രവുമല്ല, വിക്രമിനൊപ്പം ഹനുമന്ത് എന്നൊരു കോൺസ്റ്റബിളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കോൺസ്റ്റബിളിന് ഒരു മകളുണ്ട്. ആ കുട്ടിക്കാണെങ്കിൽ ഓട്ടിസമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള ആരും തന്നെ കുട്ടിയെ കൂടെ കൂട്ടാറേയില്ല. ആകെ ആ കുട്ടിയോട് നല്ല സ്നേഹത്തോടു കൂടി ഇപ്പോൾ പെരുമാറിയത് വിക്രം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും വിക്രമിനെ ഒരുപാട് ഇഷ്ടമായി. വിക്രമിനോട് ഗ്രാമത്തിൽ ആകെ മിണ്ടുന്നത് ദേവിയും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പിന്നെ ഈ കുട്ടിയും മാത്രമാണ്. ആ കൊച്ചാണെങ്കിൽ നല്ല രീതിക്ക് ചിത്രമൊക്കെ വരയ്ക്കും. അത് കാണുന്ന വിക്രമനും അത് ഒരുപാട് ഇഷ്ടമാവുകയും അവളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നടക്കവേ മറ്റൊരു വശത്ത് പാൽക്കാരന്റെ ദേഹത്ത് കൂടിയ ദുഷ്ടശക്തിയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുവാനായും തുടങ്ങി. പാൽക്കാരനാണെങ്കിലോ വല്ലാതെ വയലന്റ് ആകുന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പെരുമാറുന്നതും. മാത്രമല്ല, തന്റെ പശുവിനെ തിരികെ വേണമെന്നും പാൽക്കാരന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വിക്രമിനടുത്തേക്ക് എത്തുകയാണ്. വിക്രമാണെങ്കിലോ പശുവിനെ വിട്ടുകൊടുക്കുവാനായും തയ്യാറാകുന്നില്ല. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കും. പാൽക്കാരന്റെ ദേഹത്ത് ദുഷ്ടശക്തി ഉള്ളത് കൊണ്ട് തന്നെ പാൽക്കാരന്റെ ശക്തി വളരെ വലുതായിരുന്നു. വിക്രമിന് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധമായിരുന്നു പാൽക്കാരന്റെ ശക്തിയും. പാൽക്കാരൻ വിക്രമിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്ന അവസ്ഥയായി. അതേസമയം തന്നെയായിരുന്നു ഉൽക്ക ഇരിക്കുന്ന സ്ഥലത്ത് ഉൽക്കയിൽ നിന്നും ചെറിയൊരു പീസ് അടർന്നു വീണിരുന്നു. അത് മണ്ണിലേക്ക് താഴ്ന്നു പോകും. അതേസമയം തന്നെ പാൽക്കാരന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയും തലയിൽ പിടിച്ചുകൊണ്ട് പാൽക്കാരൻ അലറിയൊരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ഓടുന്നു. അതേ സമയത്തായിരുന്നു ദേവി അവിടേക്ക് വരുന്നതും. പാൽക്കാരനിൽ നിന്നും തനിക്കുണ്ടായ പ്രശ്നമെല്ലാം വിക്രം പറയുകയുണ്ടായി. വിക്രമിന്റെ അവസ്ഥ കണ്ട് ദേവിക്കും സഹതാപം തോന്നുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഉൽക്കയിൽ നിന്നും അടർന്നു വീണ ഭാഗം മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയ സ്ഥലത്തു നിന്നും പുക ഉയർന്നു വരുന്നത് വിക്രമും ദേവിയും ശ്രദ്ധിക്കുന്നത്. ഉൽക്കയിൽ നിന്നും അടർന്നു വീണ ഭാഗം ഭൂമി തുറന്നു പോവുകയാണെന്നുള്ള കാര്യം വിക്രമിന് മനസ്സിലായി. അവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടു. അതിനുള്ളിലൂടെ നോക്കിയ വിക്രമാണെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് നോക്കും. എന്നാൽ കല്ല് ഒരുപാട് ദൂരം സഞ്ചരിക്കുകയും പെട്ടെന്നൊരു സ്ഥലത്ത് വന്ന് വീഴുന്ന സൗണ്ടും വിക്രം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞ് ആ ഒരു സ്ഥലം കുഴിക്കണമെന്നും വിക്രം ആവശ്യപ്പെടുന്നു. അന്ന് രാത്രി തന്നെ ഗ്രാമത്തിലുള്ള കുറെ പേർ വന്ന് കുഴിക്കുവാനായും ആരംഭിച്ചു. കുഴിച്ച് കുറേ ദൂരം ചെന്നു കഴിഞ്ഞതും കുഴിയിൽ നിന്നും ശക്തമായിട്ട് പുക ഉയരുന്നു. അത് കണ്ട് പേടിച്ച് എല്ലാവരും ഓടിക്കളയുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ദുഷ്ടശക്തി കൂടിയതിനു ശേഷം പാൽക്കാരന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടല്ലോ. പാൽക്കാരന് എപ്പോഴും വിശപ്പാണ്. കയ്യിൽ കിട്ടുന്നതെന്തും വാരി വലിച്ചു കഴിക്കും. അങ്ങനെ പാൽക്കാരനാണെങ്കിൽ കള്ളു കുടിക്കുവാനായും എത്തിയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ലിറ്റർ കണക്കിന് കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുന്ന കൂടെയുള്ളവർ പറയുന്നത്, ഇവൻ പശുവിനെ ചോദിക്കാൻ ചെന്ന് ഇവൻ നാണം കെട്ട് തിരിച്ചു വന്നുവെന്ന് പറഞ്ഞ് പാൽക്കാരനെ കളിയാക്കുന്നു. അത് കേട്ട പാൽക്കാരന് ദേഷ്യം വന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും തല്ലും. പാൽക്കാരന്റെ ദേഹത്ത് ദുഷ്ടശക്തി കയറിയത് കൊണ്ട് തന്നെ ഓരോ ഇടിയും നല്ല പവറുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പാൽക്കാരനോട് ഫൈറ്റിന് വന്ന എല്ലാവരെയും പാൽക്കാരൻ കൊന്നുകളയും. അതേസമയം തന്നെയായിരുന്നു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. ആ കുഞ്ഞിനെയും കൊല്ലണമെന്ന് പാൽക്കാരൻ തീരുമാനിക്കുന്നു. കരച്ചിൽ കേട്ട വശത്തേക്ക് പാൽക്കാരൻ ഓടുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന കൃഷ്ണ എന്നൊരാളാണെങ്കിൽ പാൽക്കാരൻ കുഞ്ഞിനെ കൊല്ലുവാനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. ഒരുവിധം കുഞ്ഞിനെ പാൽക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം. കുട്ടിയെ കിട്ടിയില്ലെങ്കിലും ഇത്രയും പേരെ കൊന്നല്ലോ എന്ന സന്തോഷത്തിൽ പാൽക്കാരൻ പൊട്ടിച്ചിരിക്കുന്ന സമയമായിരുന്നു പാൽക്കാരന്റെ മുതുകിലുണ്ടായിരുന്ന ആ പസിൽ പോലുള്ള സാധനം പൊട്ടിത്തെറിക്കുന്നത്. അതോടെ പാൽക്കാരനാണെങ്കിൽ അവിടെയുണ്ടായിരുന്ന പാറയിൽ തലതല്ലി മരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് വിക്രമിനെ കാണിക്കും. ഗ്രാമവാസികൾ കുഴിച്ചു നിർത്തിയ സ്ഥലത്തു നിന്നും വിക്രം കുഴിക്കുവാനായും ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കുഴി ഇടിയുകയും വിക്രം നേരെ ചെന്ന് വീഴുന്നത് വലിയൊരു ഗുഹയ്ക്കുള്ളിലായിരുന്നു.
ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ? ഉൽക്ക വീണതിന്റെ താഴെയായിട്ട് ഗുഹയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ചിന്തിച്ച് വിക്രമാണെങ്കിലോ ഒരു തീപന്തവുമായിട്ട് ആ ഗുഹ മുഴുവൻ പരിശോധിക്കുവാനായും ആരംഭിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ എന്തോ കണ്ട് വിക്രം ഷോക്കായി നിൽക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഷാപ്പിൽ നടന്ന ആ ഒരു പ്രശ്നത്തിൽ ഒരുപാട് പേർ മരണപ്പെട്ടല്ലോ. എല്ലാവരുടെയും ഡെഡ് ബോഡി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. ഗ്രാമവാസികളെല്ലാം ഈ വിവരം അറിഞ്ഞ് ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ അവിടേക്ക് എത്തുന്ന സ്വാമി പറയുന്നതോ, ആ ഒരു പശുവിന് നിങ്ങൾ എത്രയും വേഗം ബലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ഇവിടെ നടക്കും. അതുകൊണ്ട് എത്രയും വേഗം പശുവിനെ ബലി കൊടുക്കണമെന്നും സ്വാമി പറയുന്നു. അത് കേട്ട് ഗ്രാമത്തലവനൊക്കെ ഒരുപാട് ദേഷ്യം വരും. ഗ്രാമവാസികളും വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെയൊക്കെ ദേഷ്യത്തിന് കാരണം വിക്രം വന്നതുകൊണ്ടാണല്ലോ പശുവിനെ ബലി കൊടുക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ വിക്രമിനെ എത്രയും വേഗം അടിച്ചു കൊല്ലണം എന്ന രീതിയിലാണ് ഗ്രാമവാസികൾ നിൽക്കുന്നത്. അത് ഗ്രാമത്തലവന് മനസ്സിലായി. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് വിക്രമിനെ അടിച്ചു കൊല്ലുമെന്ന് കരുതി ഗ്രാമത്തലവൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. എത്രയും വേഗം വിക്രമിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ പോകുന്നത് വിക്രമിനടുത്തേക്കാണ്. വിക്രമിനോട് ഗ്രാമത്തിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് വിക്രം അവരെയും കൂട്ടി ആ ഒരു വലിയ ഗുഹയിലേക്ക് വരും. ഗുഹയിൽ വന്നിട്ട് ദേ നിങ്ങൾ നോക്ക്, ഇതാ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് വിക്രം ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് നേരത്തെ വിക്രം എന്ത് കാര്യം കണ്ടാണ് ഷോക്കായി നിന്നതെന്ന് നമ്മളെ കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ഒരു ശിവലിംഗവും ശിവലിംഗത്തിനടുത്തായിട്ട് ധ്യാനം ചെയ്യുന്നത് പോലെ ഇരിക്കുന്ന ഒരാളിന്റെ അസ്ഥികൂടവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോകുന്നു. എത്രയും വേഗം ഈ ഒരു അസ്ഥികൂടം പരിശോധനയ്ക്ക് അയക്കണമെന്നും വിക്രം ആവശ്യപ്പെടും. അതിനുശേഷം വിക്രം നേരെ പോകുന്നത് പാൽക്കാരന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. പാൽക്കാരന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇയാൾ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുഷുമ്നാ നാഡി പൊട്ടിയാണ് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നത്. ധ്യാനം ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണോ മരണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടറിന് ആകെ കൺഫ്യൂഷൻ. ഇതെല്ലാം കേട്ടിട്ട് വിക്രമിന് ആകെ തല പൊട്ടുന്നത് പോലെ തോന്നുന്നു. അതേ സമയത്തായിരുന്നു വിക്രമിന്റെ അടുത്തേക്ക് ദേവി വരുന്നതും. ദേവി വിക്രമിനെ അവിടെ നിന്നും നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൃഷ്ണയ്ക്കടുത്തേക്കാണ്. പാൽക്കാരനിൽ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച അതേ കൃഷ്ണ തന്നെയാണ്. കൃഷ്ണയുടെ മുതുകിലായിട്ട് പാൽക്കാരന്റെ ദേഹത്ത് ഒരു പസിൽ രൂപപ്പെട്ടില്ലേ, അതുപോലെ തന്നെയുള്ള പസിൽ കൃഷ്ണയുടെ മുതുകത്തിന് രൂപപ്പെട്ടിരിക്കുകയാണ്. അന്ന് പാൽക്കാരന്റെ മുതുകിൽ നിന്നും ആ ഒരു പസിൽ പൊട്ടിയതിനു ശേഷം പാൽക്കാരൻ തലതല്ലി മരിച്ചല്ലോ. അപ്പോൾ പാൽക്കാരന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ദുഷ്ടശക്തി നേരെ വന്ന് കയറിയത് കൃഷ്ണയുടെ ദേഹത്തേക്കായിരുന്നു. അന്നു മുതലാണ് കൃഷ്ണയുടെ മുതുകിലും അങ്ങനെ ഒരു പസിൽ രൂപപ്പെട്ടത്. ഇതെല്ലാം മനസ്സിലാക്കിയ വിക്രം എങ്ങനെയെങ്കിലും കൃഷ്ണയെ പിടികൂടി അവനെ മയക്കി കൊണ്ടുപോയി അവന്റെ മുതുകിലുള്ള ആ ഒരു പസിൽ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും ഡോക്ടറിനോടും പോലീസ് ഉദ്യോഗസ്ഥനോടും പറയുന്നു. തക്കം കിട്ടുമ്പോൾ അവനെ മയക്കി കൊണ്ടുപോകുവാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ കൃഷ്ണയാണെങ്കിൽ വല്ലാത്തൊരു സ്വഭാവമായി മാറിയിരിക്കുകയാണല്ലോ. കൃഷ്ണ അവിടെ നിന്നും നേരെ പോകുന്നത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ടീച്ചറിനടുത്തേക്കാണ്. ടീച്ചറിനോട് സത്യത്തിൽ കൃഷ്ണയ്ക്കൊരു മോഹമുണ്ട്. കൃഷ്ണ ഇപ്പോൾ ദുരാത്മാവ് കൂടിയിരിക്കുകയാണല്ലോ. അതിനിടയിൽ കൂടി തന്റെ മോഹങ്ങൾ നിറവേറ്റുവാനായിട്ട് തീരുമാനിക്കും. സത്യത്തിൽ കൃഷ്ണയ്ക്ക് കുറെ നാളുകളായിട്ട് ടീച്ചറിനെ ഇഷ്ടമാണ്. എന്നാൽ ടീച്ചർക്കാണെങ്കിലും ഗ്രാമത്തലവന്റെ സഹോദരനെയാണ് ഇഷ്ടം. അവർ രണ്ടുപേരും തമ്മിൽ പ്രണയമാണ്. ഈ ഒരു കാര്യം അറിഞ്ഞ കൃഷ്ണ എങ്ങനെയെങ്കിലും തന്റെ ആഗ്രഹം നിറവേറ്റണമെന്നും തീരുമാനിച്ചു. ഇപ്പോൾ കൃഷ്ണ ദുരാത്മാവ് കയറി ആ ഒരു വിധം നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ മോഹം നിറവേറ്റുവാനായിട്ട് ടീച്ചർക്കടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ടീച്ചറിന്റെ കുളിമുറിയുടെ പരിസരത്ത് വന്ന കൃഷ്ണ ടീച്ചറിനെ വല്ലാതെ പേടിപ്പിക്കുന്നു. പേടിച്ച ടീച്ചറാണെങ്കിൽ എന്തെന്നറിയുവാനായിട്ട് അവിടെ മാക്കി നോക്കുന്ന സമയത്തായിരുന്നു ഗ്രാമത്തലവന്റെ സഹോദരൻ കുളിമുറിയിലേക്ക് വന്നതും. എന്തോ ഇവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുവെന്ന് അവൾ പറഞ്ഞതും എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് ഗ്രാമത്തലവന്റെ സഹോദരൻ പുറത്താകെ പരിശോധിക്കുന്നു. അതേ സമയമായിരുന്നു കൃഷ്ണ അവിടേക്ക് വന്നതും. ഗ്രാമത്തലവന്റെ സഹോദരനും കൃഷ്ണയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. എന്നാൽ കൃഷ്ണയുടെ പെരുമാറ്റമൊക്കെ കണ്ട് പേടിച്ച ഗ്രാമത്തലവന്റെ സഹോദരനാണെങ്കിലോ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അതേസമയം തന്നെ കൃഷ്ണ ടീച്ചറിനെയും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകും. ഗ്രാമത്തലവന്റെ സഹോദരൻ നേരെ വരുന്നത് വിക്രമിനടുത്തേക്കാണ്. വിക്രമിനോടും പോലീസ് ഉദ്യോഗസ്ഥനോടും കാര്യമൊക്കെ അവതരിപ്പിച്ച് അവരെയും കൂട്ടി എവിടെ നിന്നാണോ ടീച്ചറിനെ കാണാതായത് അവിടേക്ക് തന്നെ എത്തുന്നു. ടീച്ചറിനെ കാണാതായ സ്ഥലത്തെത്തി അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്തായിരുന്നു കാടിനുള്ളിൽ നിന്നും കൊലുസിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് വിക്രമും കൂട്ടനും കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു കൃഷ്ണ ടീച്ചറിനെ ആ കാടിനുള്ളിൽ മുഴുവൻ ഓടിക്കുന്നതും. ടീച്ചർ പേടിച്ച് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന സമയത്ത് ടീച്ചറിന് മുന്നിലേക്ക് കൃഷ്ണ വരികയും ടീച്ചറിനെ കൃഷ്ണ അവിടെ നിന്നും വലിച്ചിഴിച്ചു കൊണ്ടുപോയി തന്റെ കാര്യമൊക്കെ നടത്തുകയും ചെയ്തു. അതിനുശേഷം ടീച്ചറിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു കല്ല് തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു വിക്രമും കൂട്ടരും അവിടേക്ക് വരുന്നത്. എന്താ അവിടെയെന്ന് ചോദിക്കുന്ന സമയം തന്നെയായിരുന്നു കൃഷ്ണ തന്റെ കയ്യിലിരുന്ന കല്ല് ടീച്ചറിന്റെ തലയിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും. ടീച്ചറാണെങ്കിൽ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു.
ടീച്ചറിനെ കൊന്നതിന് ശേഷം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് ഓടിപ്പോവുകയാണല്ലോ. അവരെല്ലാവരും ചേർന്ന് കൃഷ്ണയെ ഫോളോ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ വിക്രം തന്റെ കയ്യിലിരുന്ന മണ്ണെണ്ണ വിളക്ക് കൃഷ്ണയ്ക്ക് നേരെ എറിയുന്ന സമയത്ത് ആ മണ്ണെണ്ണ വിളക്ക് വന്ന് വീഴുന്നത് അവിടെയുണ്ടായിരുന്ന വൈക്കോലിന് മുകളിലായിരുന്നു. വൈക്കോൽ കത്തുവാനായും ആരംഭിച്ചു. അതേസമയം തന്നെയായിരുന്നു കൃഷ്ണയുടെ മുതുകിലുണ്ടായിരുന്ന ആ ഒരു പസിൽ പോലുള്ള സാധനം പൊട്ടിത്തെറിക്കുകയും കൃഷ്ണ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് തീ കത്തിക്കൊണ്ടിരുന്ന വൈക്കോലിനിടയിലേക്ക് എടുത്ത് ചാടുന്നതും. അതോട് കൃഷ്ണയാണെങ്കിൽ കത്തുവാനായും തുടങ്ങി. എന്നാൽ അവിടേക്ക് എത്തുന്ന വിക്രമാണെങ്കിൽ എങ്ങനെയെങ്കിലും തീയണച്ച് കൃഷ്ണയെ രക്ഷപ്പെടുത്തുവാനായി നോക്കുന്ന സമയത്ത് കൃഷ്ണയുടെ ദേഹത്തു നിന്നും കറുത്ത രൂപത്തിലുള്ള ഒരു ദുരാത്മാവ് പുറത്തേക്ക് വരുന്നു. അത് നേരെ ചെല്ലുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന മണ്ണെണ്ണ വിളക്കിലേക്കായിരുന്നു. മണ്ണെണ്ണ വിളക്കിലെ ഗ്ലാസ് അടപ്പിൽ കറുത്ത പുക പോലെ ആ ഒരു ദുഷ്ടശക്തി ഇരിക്കുന്നത് വിക്രം കാണുന്നു. അതോടുകൂടി വിക്രം ഷോക്കായി പോവുകയാണ്. ഇത്രയും നാള് പ്രേതാത്മാവൊന്നുമില്ല എന്ന് വിക്രം വിശ്വസിച്ചിരുന്നു. പക്ഷേ തന്റെ കൺമുന്നിൽ തന്നെ പ്രേതാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണല്ലോ. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നതും ആ ഒരു അസ്ഥികൂടം പരിശോധനയ്ക്ക് അയച്ചിട്ട് 1000 വർഷം പഴക്കമുള്ളതാണ് ആ അസ്ഥികൂടം എന്ന് കണ്ടെത്തിയതും വിക്രമിനോട് പറയുന്നു. എന്താ ഈ ഗ്രാമത്തിൽ നടക്കുന്നതെന്നെല്ലാം വിക്രം ചിന്തിക്കുന്നു. ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അവനടുത്തേക്ക് ദേവി വരുന്നത്. ദേവി അവന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ദേവി പറഞ്ഞത് ഇതെല്ലാം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ നീയും ആരംഭിക്കണമെന്നും ദേവി വിക്രമിനോട് പറഞ്ഞു. വിക്രം നേരെ എത്തിയത് ഉൽക്ക കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ രൂപപ്പെട്ട ഗുഹയിലേക്ക് വിക്രമും ദേവിയും കടക്കും. വിക്രമിന്റെ കയ്യിൽ ഒരു തീപ്പന്തവും ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ അവൻ അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഭിത്തിയിൽ വരച്ചു വെച്ചിരുന്ന ഒരു ചക്രം കാണുന്നത്. ചക്രത്തിനടുത്തേക്ക് തീപ്പന്തം കൊണ്ടുവന്നതും ആ ചക്രം പ്രകാശിക്കുവാനായും ആരംഭിച്ചു. ചക്രം കണ്ടതും വിക്രമിന് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ വരുന്നു. മുൻപ് കോൺസ്റ്റബിൾ ഹനുമന്തിന്റെ മകളാണെങ്കിൽ ചിത്രം വരയ്ക്കുമായിരുന്നല്ലോ. ആ കുട്ടി ഇതുപോലൊരു ചിത്രം വരച്ചിരുന്നു എന്നുള്ള കാര്യം വിക്രമിന് ഓർമ്മ വരുന്നു. ഉടനെ തന്നെ വിക്രം ആ കുട്ടിക്ക് അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾ വരച്ചിരിക്കുന്ന ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇത് എവിടെയാ മോള് കണ്ടതെന്ന് ചോദിക്കും. ആ കുട്ടി അവരെയും കൂട്ടി നേരെ പോകുന്നത് ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രത്തിന്റെ മുകളിലായിട്ട് ഇതുപോലൊരു ചക്രം വരച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലിരുന്ന തീപന്തം തട്ടിയതും ആ ചക്രവും പ്രകാശിക്കുവാനായും ആരംഭിച്ചു. പണ്ട് ഭഗവാൻ ശിവനും രാക്ഷസനും തമ്മിൽ യുദ്ധം നടക്കുകയുണ്ടായി. യുദ്ധത്തിനിടയിൽ രാക്ഷസന്റെ ഒരു തുള്ളി വിയർപ്പ് ഭൂമിയിൽ വന്ന് പതിച്ചു. കാറ്റിലും മഴയിലും പെട്ട് ഒരു ദുരാത്മാവിനെ പോലെ അതൊരു ദുഷ്ടശക്തിയായി മാറി അലഞ്ഞു തിരിഞ്ഞു നടന്നു. മനുഷ്യനിലേക്ക് പ്രവേശിച്ച് മനുഷ്യനെ നശിപ്പിക്കുക എന്നതായിരുന്നു ആ ദുഷ്ടശക്തിയുടെ ഉദ്ദേശവും. അതിനു വേണ്ടിയിട്ട് ആ ദുഷ്ടശക്തി ഉപയോഗിച്ചതോ മനുഷ്യന്റെ കാമം, ക്രോധം, വെറുപ്പ് എന്നിങ്ങനെയുള്ള വികാരങ്ങളെയായിരുന്നു. അതുപയോഗിച്ച് മനുഷ്യനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. പാൽക്കാരനിലെ ദേഷ്യവും കൃഷ്ണയിലെ കാമവുമാണ് ആ ദുഷ്ടശക്തി ഉപയോഗിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞതും. ഇതുപോലെ ഓരോ മനുഷ്യരുടെയും ദേഹത്തേക്ക് പ്രവേശിച്ച് അവരുടെ ഏറ്റവും മോശമായ സ്വഭാവം തന്നെ ഉപയോഗപ്പെടുത്തി അവരുടെ ആശകളെല്ലാം നേടിക്കൊടുത്തതിനു ശേഷം അവരുടെ സുഷുമ്ന നാഡി പൊട്ടിച്ചതിനു ശേഷം ഈ ദുഷ്ടശക്തി പുറത്തേക്ക് വരുന്നു. അതോടെ അവർ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ മനുഷ്യരെയായിട്ടും കൊല്ലുവാനായും തുടങ്ങി. എന്നാൽ ഒരു കാലത്ത് യോഗിനി എന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഈ ദുഷ്ടശക്തി പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ യോഗിനിയാണെങ്കിലോ ഒരു പുണ്യാത്മാവായിരുന്നു. ദൈവങ്ങളെയൊക്കെ ഒരുപാട് വിശ്വസിച്ച് തപസ്സൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു പെൺകുട്ടി. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തിന് പൂജയും ചെയ്ത് കഴിയുന്ന യോഗിനിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ച ആ ഒരു ദുഷ്ടാത്മാവിന് അത് വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനാകാതെ അതിന് യോഗിനിയുടെ ദേഹത്ത് നിന്നും പുറത്തേക്ക് വരാനും കഴിയാതെ അവളുടെ ദേഹത്ത് തന്നെ പെട്ടുപോവുകയായിരുന്നു. എന്നാൽ യോഗിനിയുടെ ദേഹത്തേക്ക് ഏതോ ദുഷ്ടശക്തി പ്രവേശിച്ചു എന്ന കാര്യം ആ നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അതങ്ങനെ അവളുടെ ദേഹത്ത് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും ആപത്താണെന്നും ഗ്രാമവാസികൾ ചർച്ച ചെയ്യുവാനായും തുടങ്ങി. യോഗിനിയുടെ ദേഹത്തെ ദുഷ്ടശക്തി കാരണം മോശമായ സ്വഭാവങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയാലോ, നമ്മളെ എല്ലാവരെയും അവൾ നശിപ്പിച്ചാലോ എന്ന ചിന്ത നാട്ടുകാർക്കൊക്കെ വന്ന കാര്യം യോഗിനിക്ക് മനസ്സിലായി. അതോടുകൂടി തന്റെ മോശമായ സ്വഭാവമൊന്നും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് യോഗിനി തീരുമാനിക്കുന്നു. തന്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ദുഷ്ടശക്തി തന്നിൽ തന്നെ അവസാനിക്കണമെന്നും യോഗിനി തീരുമാനിച്ചു. ദുഷ്ടശക്തി അവളുടെ ദേഹത്തു നിന്നും പുറത്തു വന്ന് മറ്റൊരു മനുഷ്യനെ കൂടി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യോഗിനി ചെയ്യുന്നത്, ഒരിക്കലും അവളുടെ ദേഹത്തു നിന്ന് ദുഷ്ടശക്തി പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവൾ നേരെ പോകുന്നത് ഗുഹയ്ക്കുള്ളിലുള്ള ശിവലിംഗത്തിനടുത്തേക്കാണ്. അവിടെ ഇരുന്ന് അവൾ തപസ് ചെയ്യുവാനായും ആരംഭിച്ചു. ആ തപസ്സിൽ തന്നെ അവൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരിക്കലും ദുഷ്ടശക്തിക്ക് പുറത്തു വരാനും കഴിയില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് വിക്രമും പോലീസുകാരും വരുന്ന സമയത്ത് ഒരു അസ്ഥികൂടം അവിടെ ഇരിക്കുന്നത് കണ്ടത് 1000 വർഷങ്ങൾക്ക് മുൻപ് യോഗിനി തപസ്സിരുന്ന് മരണപ്പെട്ടു പോയപ്പോൾ യോഗിനിയുടെ
ആ ഒരു അസ്ഥികൂടമാണ് അവർ കണ്ടെടുത്തതും. ഇതെല്ലാം ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്ന വിക്രം അവിടെ നിന്നും വായിച്ചെടുക്കുകയാണ് ചെയ്തത്. അതേസമയം വിക്രമിന്റെ അടുത്തേക്ക് ഗ്രാമത്തലവനും ഗ്രാമവാസികളും എല്ലാവരും എത്തുകയാണ്. വിക്രം ഗ്രാമത്തിൽ വന്നതിനു ശേഷമാണ് ഗ്രാമത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായി തുടങ്ങിയതെന്നും ഗ്രാമത്തിൽ ഒരുപാട് മരണങ്ങൾ നടക്കുവാനായി തുടങ്ങിയതെന്നും ഗ്രാമവാസികൾ വിക്രമിനോട് പറയുന്ന സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭസ്മം എടുത്ത് വിക്രം നെറ്റിയിൽ പൂശിയതിനു ശേഷം വിക്രം ഗ്രാമവാസികളെ നോക്കി കൈയെടുത്ത് തൊഴുതതിനു ശേഷം, നിങ്ങളുടെ വിശ്വാസമെല്ലാം ശരിയാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം ഇതൊന്നും മാനിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ ദൈവമുണ്ടെന്നും ആത്മാവുണ്ടെന്നുമുള്ള കാര്യമെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുകയാണ്. എന്നാൽ അവൻ പറയുന്നതൊന്നും ഗ്രാമവാസികളോ ഗ്രാമത്തലവനോ വിശ്വസിക്കുവാനായി കൂട്ടാക്കിയില്ല. അത് മനസ്സിലാക്കിയ വിക്രം പറയുന്നത്, എന്നോടൊപ്പം ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളായിട്ടുള്ള ദേവിയുണ്ട്. ദേവിയോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ദേവിയോട് ചോദിക്കുവാനായിട്ട് ഗ്രാമവാസികളോട് പറയുന്നു. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളായ ദേവിയോട് ചോദിച്ചു നോക്കുവാനായിട്ടും വിക്രം പറയുന്നു. അത് കേട്ട് പൂജാരി ഞെട്ടിപ്പോവുകയാണ്. എന്റെ മകളോ എന്ന് പറഞ്ഞ് പൂജാരി നേരെ പോയി സ്കൂളിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയെ വിളിച്ചുകൊണ്ടുവരും. അത് കണ്ടതും വിക്രം ഞെട്ടിപ്പോകുന്നു. ഇതല്ല, ദേവി വിളിച്ചുകൊണ്ടുവരുവാനായിട്ടും വിക്രം പറയുന്നു. ദേവിയോ, എന്റെ മകൾ ഇതാണെന്നും പൂജാരി പറയുന്നു. വിക്രമിന് ആകെ കൺഫ്യൂഷനായി. കാരണം വിക്രമിനൊപ്പം ദേവിയെ കണ്ട മറ്റാരും തന്നെ ഇല്ലായിരുന്നു. ആകെ ദേവിയെ കണ്ടിട്ടുള്ളത് കോൺസ്റ്റബിളിന്റെ മകൾ മാത്രമാണ്. കോൺസ്റ്റബിളിന്റെ മകൾ ദേവിയെ കണ്ടിട്ടുണ്ട്. അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിന്റെ മകളോട് ചോദിക്കുന്നു. ദേവിയെ കണ്ടിട്ടില്ലേ എന്ന് കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത്, കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ദേ, അതാണ് വിക്രമിനൊപ്പം ഉണ്ടായിരുന്ന ദേവി എന്ന് പറഞ്ഞിട്ട് കുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിലെ അമ്മനെയായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതോടുകൂടി വിക്രമിന് മനസ്സിലായി തന്നോടൊപ്പം ഉണ്ടായിരുന്നത് യഥാർത്ഥ ദൈവമായിരുന്നുവെന്ന്. വിക്രമിനൊപ്പം ദേവി എന്ന പേരിൽ ഉണ്ടായിരുന്നത് 1000 വർഷങ്ങൾക്ക് മുൻപ് തപസ്സിരുന്ന സമാധിയായ യോഗിനിയായിരുന്നു. യോഗിനിയാണ് രാജരാജേശ്വരി എന്ന പേരിൽ ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന അമ്മനും. യോഗിനി തപസ്സിരുന്ന ഗുഹയ്ക്ക് മുകളിലായി കുറെ നാളുകൾക്ക് മുൻപ് ഉൽക്ക പതിച്ചല്ലോ. അതോടെ അവിടെ ഉണ്ടായിരുന്ന വിള്ളലിലൂടെ യോഗിനിയിൽ തളയ്ക്കപ്പെട്ട ദുഷ്ടശക്തി പുറത്തു വന്നു. അതോടെ ഭഗവാൻ ശിവന്റെ ശക്തി യോഗിനിയുടെ അസ്ഥികൂടത്തിലേക്ക് പ്രവേശിച്ച് ദേവിയായി മാറി വിക്രമിനടുത്തെത്തി വിക്രമിനെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ വിക്രമിന്റെ കൂടെയുണ്ടായിരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗ്രാമത്തലവനും ഗ്രാമവാസികൾക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ദുഷ്ടശക്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദുഷ്ടശക്തി ആരുടെയെങ്കിലും ദേഹത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുതുകിലായിട്ട് പസിൽ പോലെ കാണും. എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുവാനായി പറയുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും പരസ്പരം പരിശോധിച്ച് നോക്കും. പക്ഷേ ആരുടെ ദേഹത്തും അതുപോലൊരു പസിൽ രൂപപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് കൃഷ്ണയുടെ ദേഹത്ത് നിന്നും ദുഷ്ടശക്തി പുറത്തു വന്നിട്ട് നേരെ പ്രവേശിച്ചത് ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ദേഹത്തേക്കാണ് പ്രവേശിച്ചത്. ഭാര്യയുടെ മുതുകിലായിട്ട് പസിൽ പോലെ രൂപപ്പെട്ടു. ഗ്രാമത്തലവന്റെ ഭാര്യയ്ക്ക് സ്വർണം എന്നാൽ ആർത്തിയാണ്. ആ ഒരു സ്വഭാവമാണ് ദുഷ്ടശക്തി ഉപയോഗിച്ചതും. ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ദേഹത്ത് ദുഷ്ടശക്തി പ്രവേശിച്ചതിൽ പിന്നെ എവിടെ സ്വർണം കണ്ടാലും ഗ്രാമത്തലവന്റെ ഭാര്യയ്ക്ക് ആർത്തിയായിരുന്നു. ഒരിക്കൽ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്ന ജോലിക്കാരുടെ വിരലിലായിട്ട് ഒരു സ്വർണ്ണമോതിരം കിടക്കുന്നത് ഗ്രാമത്തലവന്റെ ഭാര്യ കണ്ടു. ഭാര്യയ്ക്കാണെങ്കിൽ ആ ഒരു സ്വർണ്ണമോതിരത്തിനോട് ആർത്തി വന്നു. അതെങ്ങനെയെങ്കിലും നേടണമെന്നായി. തന്റെ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് വേലക്കാരിയുടെ വിരലറുത്ത് ആ ഒരു മോതിരം സ്വന്തമാക്കി കഴിഞ്ഞതും ആ ഒരു ആശ നിറവേറിയല്ലോ. അതിനുശേഷം മുതുകിലുണ്ടായിരുന്ന പസിൽ പൊട്ടിത്തെറിക്കുകയും ഗ്രാമത്തലവന്റെ ഭാര്യ കിണറ്റിൽ ചാടി മരിക്കുന്നു. അത് കണ്ട് അലറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ജോലിക്കാരി. ഗ്രാമത്തലവന്റെ ഭാര്യയുടെ ദേഹത്തു നിന്നും പുറത്തു വന്ന ദുഷ്ടശക്തി നേരെ പോയത് വേലക്കാരിയുടെ ദേഹത്തേക്കായിരുന്നു. വേലക്കാരി ചെയ്യുന്നതോ തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. വേലക്കാരി നേരെ പോയി അവരെ രണ്ടുപേരെയും വെട്ടിക്കൊല്ലുകയാണ് ചെയ്തതും. വെട്ടിക്കൊന്നതിന് ശേഷം വേലക്കാരിയുടെ ദേഹത്ത് നിന്നും ആ ഒരു ദുരാത്മാവ് പുറത്തേക്ക് വന്നു. അത് നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോഗിന്റെ ദേഹത്തേക്കായിരുന്നു. ഡോഗ് ആണെങ്കിലോ അതുവഴി നടന്നു പോവുകയായിരുന്ന ഒരു ഭയൽവാനെ കടിക്കുകയുണ്ടായി. ഭയൽവാനെ കടിച്ചതിന് ശേഷം ഭയൽവാന്റെ ദേഹത്തേക്കാണ് ആ ഒരു ദുഷ്ടശക്തി പ്രവേശിച്ചത്. ഇപ്പോൾ ആ ദുഷ്ടശക്തിയുള്ളത് ഭയൽവാന്റെ ദേഹത്താണ്. ഈ ഒരു കാര്യം ഗ്രാമവാസികൾ എല്ലാവരും അറിഞ്ഞു. ഗ്രാമവാസികൾ എങ്ങനെയെങ്കിലും ഭയൽവാനെ പിടികൂടുവാനായും ശ്രമിക്കും. എന്നാൽ നടക്കുന്നില്ല. ഭയൽവാന് ഭയങ്കര ശക്തിയായിരുന്നു. അത് കാരണം ഗ്രാമവാസികളെ എല്ലാവരെയും ഭയൽവാൻ അടിച്ചിടുന്നു. ഒരു ഘട്ടത്തിൽ ഭയൽവാനെ ഫോളോ ചെയ്ത് പോവുകയുണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഹനുമന്തുവിനെയും ഭയൽവാൻ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. അത് വിക്രമിന് താങ്ങാനായില്ല. ഭയൽവാനെ വെട്ടിക്കൊലപ്പെടുത്തുവാനായി ശ്രമിക്കുമെങ്കിലും ഒരു വെട്ട് പോലും ഭയൽവാൻ ഏറ്റിട്ടും ഒന്നും തന്നെ തോന്നുന്നതേയില്ല. കാരണം ഭയൽവാന്റെ ദേഹത്ത് ദുഷ്ടശക്തിയാണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാവരെയും അടിച്ചിട്ടതിനു ശേഷം ഭയൽവാൻ നേരെ പോകുന്നത് ഒരു പഴയൊരു വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഭയൽവാൻ മരണപ്പെടുകയും ചെയ്തു.
ഭയൽവാന്റെ ദേഹത്ത് നിന്നും ആ ഒരു ദുഷ്ടശക്തി എങ്ങോട്ട് പോയെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. ഇനി ആരുടെയും ദേഹത്ത് കൂടിയോ അതോ മുഴുവനായിട്ടും ദുഷ്ടശക്തി പോയോ എന്നൊക്കെ ഗ്രാമവാസികൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ആ ഒരു ദുഷ്ടശക്തി നേരെ ചെന്ന് പ്രവേശിച്ചിരിക്കുന്നത് ഹനുമന്തുവിന്റെ മകളുടെ ദേഹത്തേക്കാണെന്നുള്ള കാര്യം വിക്രമിന് മനസ്സിലായി. കുഞ്ഞിന്റെ മുതുകിലായിട്ട് ആ ഒരു പസിൽ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രാമവാസികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് വിക്രമിന് അറിയാവുന്നത് കൊണ്ട് തന്നെ രാത്രിക്ക് രാത്രി കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു നാട് വിടുവാനായിട്ടും വിക്രം തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു കാര്യം ഗ്രാമത്തിലുള്ളവർ അറിയുന്നു. കുഞ്ഞിന്റെ ദേഹത്താണ് ദുഷ്ടശക്തി എന്ന് മനസ്സിലാക്കി വിക്രമിനെ അടിച്ചിട്ടതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് പോവുകയും ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് മടി കിട്ടിയതോടുകൂടി വിക്രമിന്റെ ബോധവും പോവുകയാണ്. കുഞ്ഞിനെ നേരെ കൊണ്ടുവരുന്നത് ബലി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നാൾ അവർ ബലി കൊടുക്കുവാനായി തീരുമാനിച്ചിട്ട് ഒന്നും തന്നെ നടന്നതേയില്ല. എന്നാൽ ഇത്തവണ ബലി കൊടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നാണ് ഗ്രാമവാസികളും ഗ്രാമത്തിലുള്ള സ്വാമിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എവിടെയാണോ ഉൽക്ക പതിച്ചത് അതേ സ്ഥലത്തെത്തി അവിടെ ഒരു ശിവലിംഗവും വെച്ച് ഒരു ഉത്സവം പോലെ തന്നെ ബലി കൊടുക്കുന്ന ചടങ്ങ് ആഘോഷമാക്കുന്നു. അതേസമയം തന്നെ ബോധമറ്റ് കിടക്കുകയാണല്ലോ വിക്രം. എന്നാൽ വിക്രമിനടുത്തേക്ക് ദേവി എത്തുന്നു. ഇത്രയും നാള് വിക്രമിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചത് ദേവി തന്നെയായിരുന്നു. അന്ന് ടീച്ചറിനെ കാണാതായ സമയത്ത് കൊലുസിന്റെ ശബ്ദം കേൾപ്പിച്ചതും ദേവി തന്നെയാണ്. വിക്രമിനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതുവരെ ദേവിയാ. ഗുഹയിലേക്ക് അവനെ എത്തിക്കുവാൻ കാരണം തന്നെ ദേവിയായിരുന്നു. അവൻ എല്ലാ കാര്യവും ചെയ്യിപ്പിക്കുവാനായിട്ട് കൂടെ നിന്നതും ദേവി തന്നെയാ. ദേവിക്ക് വിക്രമിലൂടെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് ആഗ്രഹവും. അങ്ങനെ അവൻ ഒറ്റയ്ക്കുള്ള സമയത്താണ് ദേവി കൂടുതലും വിക്രമിനടുത്തേക്ക് വന്നത്. ഇത്തവണയും വിക്രമിനടുത്തേക്ക് വന്ന് അവനെ തട്ടിയുണർത്തിയിട്ട് എത്രയും വേഗം ബലി നടക്കുന്നിടത്തേക്ക് ചെല്ലണമെന്നും പറഞ്ഞു. അങ്ങനെ വിക്രം ബലി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വിക്രമിനെ കണ്ടതും ഒരു സ്ത്രീ വന്ന് നേരെ അവനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കുന്നു. എന്നാലും വിക്രം വിട്ടുകൊടുത്തില്ല. അവൻ എങ്ങനെയൊക്കെ ചാടി എഴുന്നേറ്റ് എല്ലാവരെയും മടിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. ഒടുവിൽ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മണിയെടുത്ത് അവൻ എല്ലാവരെയും മടിക്കുകയാണ്. എന്നാൽ മണിയുടെ ഒച്ച കേട്ടതും കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന ദുരാത്മാവിനാണെങ്കിൽ ആ ശബ്ദങ്ങളൊന്നും സഹിക്കുവാനായി കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയ വിക്രമാണെങ്കിലോ മണിയുടെ ശബ്ദം വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതോടുകൂടി ആ ശബ്ദം കേട്ട് ശബ്ദമൊന്നും സഹിക്കാനാകാതെ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന ദുഷ്ടശക്തി പുറത്തേക്ക് വരുന്നു. ദുഷ്ടശക്തിയെ എങ്ങനെ കീഴ്പ്പെടുത്തുമെന്നുള്ള കാര്യം വിക്രമിന് മനസ്സിലായി. അതോടുകൂടി ആ ഒരു മണി ഉപയോഗിച്ച് ദുഷ്ടശക്തിയെ കീഴ്പ്പെടുത്തുകയും ഏതു ഗുഹയിൽ നിന്നാണോ ദുഷ്ടശക്തി പുറത്തേക്ക് വന്നത് അതേ ഗുഹയിൽ തന്നെ അതിനെ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രാമത്തിലുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അതോടുകൂടി സിനിമയുടെ കഥയും അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.